ഗ്രാം സ്റ്റെയിൻസിനെ ഹിന്ദുത്വവാദികൾ ജീപ്പിലിട്ട് കത്തിച്ചു കൊന്നതിൻ്റെ 25ാം വാർഷിക ദിനമാണ് ഇന്ന്. ഇപ്പം നാഷണൽ പ്രൈഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് ഏറ്റവും ഹീനമായ രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏടുകളിലൊന്നിൻ്റെ ഓർമ്മദിനം കൂടിയാണ് ഇന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഈ കാര്യമാണ്. സാർ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ 25 വർഷം മുമ്പ് ഒറീസയിലുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്, അത്രയും വലിയൊരു ഭീകരാക്രമണം എന്ന് വിളിക്കാവുന്ന ഒന്ന്. 25 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തെ എങ്ങനെ അവരുമായിട്ട് എങ്ങനെ രാഷ്ട്രീയ ഐക്യം ഉണ്ടാക്കാം, അതുവഴി എങ്ങനെ വിജയിക്കാം, സൗത്ത് ഇന്ത്യയിൽ നടക്കമുള്ള വേറെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ സമീപനത്തിൽ, പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയുള്ള സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ടോ, അതോ സ്റ്റിൽ മറ്റേ സംഗതി അതുപോലെ തുടരുകയാണോ? അക്കാര്യത്തിൽ നമുക്ക് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാലം തൊട്ട് ഇതുവരെയുള്ള എങ്ങനെയാണ് സംഘപരിവാർ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളതിന് ധാരാളം സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടല്ലോ. നമ്മളിപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസ് 1999 ജനുവരി 22 കൊല്ലപ്പെടുന്നു. പക്ഷേ 2008 എന്താണ് സംഭവിക്കുന്നത്? 2008-2009 വർഷങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? അതേ ഒറീസയിലെ കാന്തമാലിൽ അല്ലേ എന്തുമാത്രം വലിയ ഭീകരമായ കലാപമാണ് നടന്നത്. അപ്പോൾ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, ക്രിസ്ത്യൻസ് കൊല്ലപ്പെടുന്നു, ഭവന രഹിതരാകുന്നു, പരിക്കേൽക്കുന്നു, ഇങ്ങനെ നഗ്നയാക്കി നടത്തുന്നു. അപ്പോൾ ഈ ഒരു സംഗതി ഉള്ളപ്പോൾ, അതായത് വെറുതെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഓർമ്മ എന്ന് പറയുന്ന ഒരു വൈകാരികമായ ഓർമ്മയാണ്. നിങ്ങൾ അത് വെച്ച് ഹിന്ദുത്വയോട് നിങ്ങളൊരു നിലപാടെടുക്കണമെന്ന് ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് നമ്മൾ പറയുകയല്ല. അത് കേവലമായി ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ഒരു നിലപാടെടുക്കുക എന്നുള്ളതല്ല. അതിനുശേഷം യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഈ വർഷമല്ല 2023 സെപ്റ്റംബർ വരെ മാത്രമുള്ള ഒരു കണക്ക് ഞാൻ കണ്ടു. 525 കേസുകളാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ. അപ്പോൾ അതിനൊക്കെ എന്ന് വെച്ചാൽ ദിവസവും 2-3 അറ്റാക്കുകൾ നടക്കുന്നുണ്ടെന്നാണ് പലയിടത്തായിട്ട്. മധ്യപ്രദേശ് ഏറ്റവും ഉയർന്ന ഇത്തരത്തിലുള്ള സംഗതികൾ രേഖപ്പെടുത്തുന്ന സ്ഥലം. ഇത് ഇന്ന് മാത്രം മധ്യപ്രദേശിൽ പള്ളിക്ക് മേലെ കുരിശിന് മേലെ ഹിന്ദുത്വയുടെ കൊടി ഉയർത്തിയ സംഭവം ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജയ് ശ്രീറാം വിളിക്കാനുള്ള. അപ്പോൾ ഞാൻ പറയുന്നത് അത് കേവലം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർമ്മയുടെ പേരിലോ ഒരു ഒരു വൈകാരികമായ അനുഭവത്തിൻ്റെ പേരിലോ മാത്രം ഉണ്ടാവുന്നൊരു കാര്യമല്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യം. കാരണം ഇവരെ സംബന്ധിച്ചുള്ള ഈ പുണ്യഭൂമിയും കൂടി ആവണമല്ലോ യഥാർത്ഥത്തിൽ. ഈ ഇത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അജിംസ് എപ്പോഴും പറയാറുള്ള പുണ്യഭൂമിയായിട്ട് അല്ലെങ്കിൽ പോലും ഇന്ത്യത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അവരോട് നിങ്ങൾക്ക് ഇവിടെ തുടരാം എന്ന് പറയാമെന്നല്ലാതെ ബാക്കി ഇപ്പോൾ വത്തിക്കാൻ പുണ്യഭൂമിയായി കാണുന്ന ആളുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. അതുപോലെ തന്നെ മക്ക മദീന അത് സവർക്കറുടെ ഈ ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറയുന്ന അതിൻ്റെ ആ കൺസെപ്റ്റിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള സ്ഥാനമാണ്. ഇല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടു പോകും. ഇല്ലെങ്കിൽ അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഈ ഇവിടുത്തെ എല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഈ ഹിന്ദുത്വ ഐഡിയോളജിയെ പറ്റില്ല എന്ന് സവർക്കർക്ക് അന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജന്മഭൂമി ആയാൽ പോരാ, പുണ്യഭൂമിയും ഇതാവുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ സാധാരണമായ പൗരനല്ലേ, ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ രണ്ടാം കിട പൗരന്മാരായി ജീവിക്കുക. അപ്പോൾ അതാണ് കാണുന്നത്. അതിനകത്ത് സംശയമില്ല. ആ ഐഡിയോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വിഷയം വരുന്നില്ല. മാത്രമല്ല ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ പിന്നീട് എന്താണ് ചെയ്തത്? അവർ ഇവർക്ക് മാപ്പ് കൊടുത്തു. ഇപ്പോൾ ദാരാസിംഗ് ഉൾപ്പെടെ, ദാരാസിംഗ് ജീവപര്യന്തം ശിക്ഷയിലാണ്, പക്ഷേ കോടതിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇവർ മനസ്സാ മാപ്പ് കൊടുക്കുന്നു. ഇവരുടെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഇവരുടെ പ്രവർത്തനം, കുഷ്ഠരോഗികളെയും മറ്റുമൊക്കെയല്ലേ സഹായിച്ചുകൊണ്ടിരുന്നത്. ആ പ്രവർത്തനം തുടരുന്നു. വാധ്വ കമ്മീഷൻ കണ്ടെത്തി പിന്നീട് അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തി. അപ്പോൾ എല്ലാ തരത്തിലും ഇതിൻ്റെ സർവ്വവിധത്തിലും ഗ്രഹാം സ്റ്റെയിൻസ് മുതൽ ഇങ്ങോട്ട് ഇന്നിപ്പോൾ 2024 നമ്മൾ ഈ സംസാരിക്കുന്നവരുള്ള ഈ കാലഘട്ടത്തിൽ മുഴുവൻ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ അവർ പലതരത്തിലും, അത് ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത്, എവിടെ മധ്യപ്രദേശിൽ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഗ്രൂപ്പിന് നേരെ ഇപ്പോൾ അറ്റാക്ക് ഇതുപോലെ തന്നെ നമ്മൾ രാമജന്മഭൂമി പോലെ തന്നെയുള്ള ഒരു സംഗതി ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്
ഒരു ഭാഗത്ത് ഈ തരത്തിലുള്ള അറ്റാക്ക്, മറ്റൊരു ഭാഗത്ത് പല വിധത്തിൽ ഇവരുടെ റിലീജിയസ് ആയിട്ടുള്ള പിന്നെ സന്ദർഭങ്ങളിൽ മുഴുവൻ പേടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് കണ്ട് തന്നെ യഥാർത്ഥ സംഭവങ്ങൾ കണ്ട് തീരുമാനമെടുക്കാൻ ക്രിസ്ത്യൻ സമൂഹം തയ്യാറാവുക എന്നത് മാത്രമേ അതിന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഓക്കെ. അല്ല അജിംസഭ നോർത്തിലെ നമ്മൾ പലതവണ പറഞ്ഞു, നോർത്തിലെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആക്രമണം അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് സൗത്തിൽ ഇവിടെ മാത്രമാണ് സത്യത്തിൽ ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബാന്ധവും രാഷ്ട്രീയ വിജയങ്ങളും ആവശ്യമുള്ളൂ. സോ ഇവിടെ അവരുമായിട്ടൊരു ധാരണയിൽ പോവുക, അപ്പുറത്ത് ആക്രമണം നടത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഓർമ്മ, അതിനുശേഷമുള്ള കാന്തമാലിൻ്റെ ഓർമ്മ എന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ, അവരുടെ നേതൃത്വത്തെ രാഷ്ട്രീയമായി പരുവപ്പെടുത്തുന്നതിൽ, ഈ പൊളിറ്റിക്കൽ ത്രെട്ടിനെ ശരിയാവണ്ണം മനസ്സിലാക്കുന്നതിന് മാത്രം ഗുണപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കതിൽ തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഡരോ മത്, ഭയക്കരുത്. അത് ഇന്നത്തെ കാലത്ത് എല്ലാവരും നിരന്തരം കേൾക്കുകയും ആവർത്തിച്ച് മനസ്സിലുറപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഭയന്ന് പോയാൽ അവിടെ തീർന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഞാൻ ഈ ഒരു വ്യക്തി എന്ന നിലയിൽ, ഞാൻ ഈ ബാബരി മസ്ജിദ് ഡെമോളിഷൻ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ പോലും ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഞാൻ ഈ ബാബരി മസ്ജിദ് വീണ്ടും പറയാൻ കാരണം ഗാന്ധിവാദത്തിന് ശേഷം പിന്നീടുണ്ടായ ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് അത്. അപ്പോൾ അത് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നു, ഇന്ത്യ ഇങ്ങനെ തുടരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ അത് കാണാൻ കഴിയാതെ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്ന് നാം കാണുന്ന ഇന്ത്യ ഇങ്ങനെ തുടരില്ല, ഇതിൽ മാറ്റം ഉണ്ടാവും. അത് മാറ്റം ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും, എങ്കിൽ പോലും ആ മാറ്റം വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടെ ഞാൻ ഭയക്കരുതെന്ന് പറയാൻ കാരണം, ഇവിടെ ആരെയൊക്കെയാണ് ഭയപ്പെടുന്നത് എന്ന് ആലോചിച്ചു. ഇപ്പോൾ 99 ഗ്രഹാം സ്റ്റെയിൻസ് മരിക്കുമ്പോൾ അന്ന് പ്രചരിച്ച കള്ളപ്രചാരണം എന്താണ്, ഇയാൾ ഫോഴ്സ്ഡ് കൺവേർഷൻ നടത്തുകയാണ് ഒഡീഷയിൽ നിന്നാണ് അന്ന് നടത്തിയ കള്ളപ്രചാരണം. സുപ്രീം കോടതിയെ പോലും ആ പ്രചാരണം സ്വാധീനിച്ചു എന്നുള്ളത്. സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ ഗ്രഹാം സ്റ്റെയിൻസിന് ഒരു പാഠം പഠിപ്പിക്കാൻ ആണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ആ വിധിയിൽ നടന്നത്. ആ വിധി പിൻവലിച്ചു സുപ്രീം കോടതി പ്രതിഷേധത്തെ തുടർന്ന്. ആ വാക്ക് പിൻവലിച്ചു, വിധിയല്ല, ആ വാക്ക് പിൻവലിച്ചു. അപ്പോൾ ഈ പ്രചാരണം ഇങ്ങനെ നടക്കുകയാണ്. പിന്നീട് വാധ്വ കമ്മീഷൻ വന്നിട്ട് അവിടെ ഒരു കൺവേർഷൻ നടന്നിട്ടില്ല എന്ന് തെളിയുന്നു. അപ്പോൾ ഈ കൺവേർഷൻ നടത്തിയാൽ കൊല്ലാം എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഇവരുടെ ഈ പ്രചാരണത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഈ FCRA ചട്ടങ്ങൾ കുറേ കൂടി ശക്തമാക്കി. FCRA ചട്ടം ശക്തമാക്കിയപ്പോൾ എന്തായി, ഈ പറയുന്ന മിഷണറി ആക്ടിവിറ്റീസ് മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞ 10 വർഷമായിട്ട്. അതിൻ്റെ തിക്തഫലം ആരനുഭവിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള ആദിവാസികളും ദളിതുകളുമായിട്ടുള്ള സാധുക്കളായ മനുഷ്യരാണ് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഇയാളെ കൊന്നതിന് ശേഷവും അവിടെ ഈ കുഷ്ഠരോഗികൾക്കായുള്ള പ്രവർത്തനം തുടരുകയായിരുന്നു എന്ന് ആലോചിക്കുക. അവർക്ക് പിന്നീട് സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു, മദർ തെരേസ അവാർഡും കിട്ടി. പിന്നെ ഇവരുടെ ഒരു മകൾ, അന്ന് ഈ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട ഒരു മകളുണ്ട്. ആ മകളിപ്പോൾ ഇന്ന് ഓസ്ട്രേലിയയിൽ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ മനുഷ്യർ, ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനത്തിൽ വരുന്ന മനുഷ്യർ എന്ത് കാര്യത്തിൽ പ്രചോദിതരായിട്ടാണെങ്കിലും, അവർ ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് വിചാരിച്ചായിരിക്കും, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വന്ന് ഈ താഴേക്കടയിലുള്ള ആൾക്കിടയിൽ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അതെന്തുകൊണ്ടായിരിക്കും അവരത് പ്രേരിപ്പിക്കുന്നത്? അവരെന്തിനു വേണ്ടിയായിരിക്കും ചെയ്യുന്നത്? ഈ ആൾ മുഴുവൻ മാർക്കം കൂട്ടി ക്രിസ്ത്യാനിയാക്കാന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. അത് ഉയർന്ന ഒരു മാനവിക സ്നേഹത്തിൻ്റെയും ഉയർന്നൊരു മാനവിക ബോധത്തിലാണ് അവരത് പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്ത് സുഖമാണ് സിഡ്നിയിലോ മെൽബണിലോ പോയിരുന്നിട്ട് അവിടെ സിറ്റിയിൽ നിന്ന് TV കണ്ട് പോപ്കോൺ കുറിച്ചിരുന്നാൽ പോരെ. എന്തിനാണ് ഈ കാട്ടിൽ കണ്ടമാൽ പോലുള്ള ഒരു ട്രൈബൽ ഏരിയയിൽ എന്തിനു വന്ന് അവർ കിടക്കണം? അവർക്ക് എന്താ വേറെ നിവൃത്തിയില്ലായിട്ടാണോ? അപ്പോൾ ഇത് ചിന്തിക്കാൻ പോലും അല്പം പോലും ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനം മനസ്സില്ലാത്ത ആളുകളാണ് ഈ സംഘപരിവാറിൻ്റെ പ്രചാരണത്തിൽ വിശ്വസിക്കുന്നത്. ഇവരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. എത്രയോ ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ വന്നിട്ട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചവിടെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മിഷണറി പ്രവർത്തനമൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒരു വിദേശ മിഷണറിമാരും ഇന്ത്യയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ഇല്ല. ഇപ്പോൾ ഫണ്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ FCRA ചട്ടങ്ങൾ ശക്തമാക്കിയവരുണ്ടായ മറ്റൊരു കാര്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംഘടനകളില്ലാതായി. ആംനസ്റ്റി ഇന്റർനാഷണലിനെ പൂട്ടിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രവർത്തിക്കുന്നില്ല. ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങളില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് മനുഷ്യാവകാശ സംഘടനകൾ പ്രവർത്തിക്കാത്ത ലോകത്തെ ഒരേ ഒരു ജനാധിപത്യ രാജ്യം ഇന്ന് ഇന്ത്യയാണ്. അതെന്തുകൊണ്ടാണ്? എന്താ ഈ മനുഷ്യാവകാശത്തെ പറ്റി സംസാരിച്ചോളപ്പം? അതായത് മനുഷ്യാവകാശത്തെ പറ്റി ആൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ട് ഇവർ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ 10 വർഷത്തിനുള്ള ഇന്ത്യയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ആളുകൾ ഭയക്കുകയാണ്. ആ ഭയക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ക്രൈസ്തവ സമൂഹത്തിലെ പുരോഹിതന്മാരും അവരുടെ നേതാക്കളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഭയക്കരുത്. ഭയന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഒരു പ്രതിരോധത്തിനുള്ളൊരു ചെറിയ പഴുതുപോലും ഇന്ത്യയിൽ ഉണ്ടായി മാറും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്ത്യ തിരിച്ചു വരും. ആ തിരിച്ചുവരവിന് തടസ്സമായിട്ടുള്ള ഇന്ത്യയിൽ ഒരേ ഒരു കാര്യം, ഈ കാണുന്നത് കണ്ട് നമ്മൾ ഭയക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ഈ 140 കോടിയിൽ ഒരു 100 കോടി മനുഷ്യരൊന്നും കൊന്നിട്ട്
ഈ രാജ്യം വേറെയാക്കി മാറ്റാൻ കഴിയില്ല, ആരെയും കൊല്ലാനും കഴിയില്ല. ഇത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു ടൈറാനിയല്ല. അത് മാറ്റം വരും. ജനം ഒരു പുതിയ ആൾട്ടർനേറ്റീവ് കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പോരാ, പ്രതിപക്ഷം മോശമാണെന്ന് പറഞ്ഞാൽ പുതിയ പ്രതിപക്ഷം ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. യെസ്, അപ്പോൾ അത്രയും ഹോപ്പ്ഫുള്ളായിരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത്. നാളെ ഇരിക്കാം. നമസ്കാരം.